ഹലോ ഫ്രണ്ട്സ്, ഞാൻ നസ്രിയ. നമ്മളിന്ന് അടുക്കള മാജിക് റെസിപ്പീസിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിൽ മിൽക്കാണ്. മലപ്പുറം, കോഴിക്കോട് ഭാഗങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ അവിൽ മിൽക്ക് കണ്ടിട്ടുള്ളത്. മലപ്പുറത്ത് കോട്ടക്കലൊക്കെ അവിൽ മിൽക്കിൻ്റെ സ്പെഷ്യലായിട്ടുള്ള സ്ഥലമാണ്. വീട്ടിൽ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വയറ് നിറയും. അത്രയും നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് അവിൽ മിൽക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിനു മുമ്പ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ 2 ഗ്ലാസ് അവിൽ മിൽക്കാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. 4 മൈസൂർ പഴം വേണം. ചിലരിതിനെ പാളയംകോടൻ പഴം എന്ന് പറയും, അല്ലെങ്കിൽ ചെറുപഴം എന്നൊക്കെ പറയും. ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എടുക്കാം. അതുപോലെ ഇത്ര ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ചെടുക്കാം. ഇത് പൊരിയാവിലാണ്. നമ്മൾ അവിൽ മിൽക്കിന് പൊരിയാവിലാണ് ഉപയോഗിക്കുന്നത്. ഇത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ അവിൽ മേടിച്ചിട്ട് ഒരു പാനിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. അതൊന്ന് നല്ല ക്രിസ്പിയായി വരുന്നത് വരെ ചെയ്താൽ മതി. 5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്തോളൂ. അത്ര മധുരം ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ മധുരം കുറച്ച് കൊടുക്കാം. പാല് നമ്മൾ എടുക്കുന്ന ഗ്ലാസ്സിനനുസരിച്ചിട്ട് അളവിൽ വ്യത്യാസം വരും. ഞാനൊരു 1 കപ്പ് പാലാണ്, 250 ml ഒരു കപ്പ് പാൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ 1/2 ലിറ്ററിൻ്റെ പാക്കറ്റ് മേടിച്ചിട്ട് അതിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കുക. പിന്നെ നമുക്ക് കപ്പലണ്ടി വേണം. ഇത് നമ്മൾ സാധാരണ റോഡ് സൈഡിൽ നിന്നെല്ലാം മേടിക്കുന്ന വറുത്ത കപ്പലണ്ടിയാണ്. ഇത് തോലി കളഞ്ഞെടുത്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ കപ്പലണ്ടി മേടിച്ചിട്ട് അത് വറുത്തെടുത്താലും മതി. അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ റെഡ് കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടുക. ഇതിങ്ങനെ ഇടയിലും മുകളിലൊക്കെ ആയിട്ട് വെതറി കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ 4 ചെറുപഴം തൊലിച്ചെടുക്കുന്നുണ്ട്. നന്നായി പഴുത്ത നല്ല പഴം വേണം എടുക്കാൻ. പഴുപ്പ് കുറവാണെങ്കിൽ അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ പഴം മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നല്ല പഴുത്ത പഴം തന്നെ ശ്രദ്ധിച്ചെടുക്കുക. എന്നാലാണ് നല്ല ടേസ്റ്റിൽ അവിൽ മിൽക്ക് ഉണ്ടാവുക. ഈ പഴത്തിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർക്ക് മധുരം കൂടുതൽ ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ചിലർക്ക് മധുരം കുറവാണ് വേണ്ടതെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായി ഉടച്ചെടുക്കണം. ആദ്യം ഉടച്ചെടുക്കാൻ നല്ല സൗകര്യത്തിന് വേണ്ടിയിട്ട് ഫോർക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഫോർക്ക് കൊണ്ട് നന്നായി ഉടച്ചെടുക്കാൻ കഴിയും. ആദ്യം 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഞാൻ മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ് തോന്നിയിട്ട് ഞാൻ 1 ടീസ്പൂൺ കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് കുറവാണ് തോന്നുകയാണെങ്കിൽ മാത്രം വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ 1 ഗ്ലാസ് അവിൽ മിൽക്കൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സെറ്റ് ചെയ്യുന്ന ഗ്ലാസ്സിൽ തന്നെ ഈ പഴം ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി സൗകര്യമായിരിക്കും. ഇപ്പോൾ പഴം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല മധുരം ഉണ്ട് ഇതിൽ. ഇനി നമ്മൾ പാലിൽ പ്രത്യേകിച്ച് പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. ഇതിലുള്ള മധുരം തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഞാൻ നീളത്തിലുള്ള 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ അവിൽ മിൽക്ക് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ 2 ടീസ്പൂൺ നമ്മൾ ഈ പഴം അടിച്ചെടുത്തത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഈ വറുത്ത കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. കപ്പലണ്ടി അത്യാവശ്യം ഇട്ട് കൊടുത്തോളൂ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊരി അവിലാണ്. ഈ അവിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പൊരി അവിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ അവിൽ എടുത്തിട്ട് വറുത്തെടുത്തിട്ട് യൂസ് ചെയ്യാം. ആവശ്യത്തിനുള്ള പൊരി അവിൽ ഇട്ട് കൊടുക്കുക.
ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഒരല്പം ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവ് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ക്ലാസ്സിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ച പഴം വീണ്ടും ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിന് മുകളിൽ വീണ്ടും കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഈ വറുത്ത കപ്പലണ്ടി നമ്മൾ മേടിക്കുമ്പോൾ അല്പം ഒരു ഉപ്പ് രസം ഉണ്ടാവും, പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൽ. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ളതാവുകൊണ്ട് അതിൻ്റെ ഉപ്പ് രസമൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇനി ഇതിന് മുകളിലേക്ക് വീണ്ടും പൊരി അവിലിട്ട് കൊടുക്കാം. ഈ അവിലെന്ന് പറയുന്നതൊക്കെ നല്ല അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. നമ്മളിത് കഴിക്കുകയാണെങ്കിൽ ഈ അയണൊക്കെ കുറവുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കറക്റ്റ് അളവ് പറയുന്നില്ല, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പാൽ ഈ ഗ്ലാസ് സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പാലിൻ്റെ അളവിൽ വ്യത്യാസം വരും. പാല് താഴ്ന്നു പോകാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫോർക്ക് വെച്ചിട്ട് നടുവിൽ കുത്തി കൊടുത്താൽ പാല് താഴേക്ക് ഇറങ്ങിപ്പോയിക്കോളും. ഇപ്പം നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ച പാല് മുഴുവൻ താഴേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ചുകൂടെ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അവിലിൻ്റെ ഒപ്പം നമുക്ക് പാല് നിൽക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ കഴിക്കുന്ന സമയത്ത് പാലും അവിലും അതുപോലെ പഴം എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടണം. ഞാനിവിടെ ഗ്ലാസ് നിറയുന്നത് വരെ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഞാൻ അല്പം അവിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ അത്യാവശ്യം കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, കാണാനും മുകൾ ഭാഗം കാണാനും നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് കപ്പലണ്ടി അല്പം ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്ലാസ്സും കൂടെ ഇതുപോലെ സെറ്റ് ചെയ്യാം. നമ്മളിത് വീട്ടിൽ സാധാരണ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിച്ചാലും മതി. പക്ഷേ വീട്ടിൽ ഗസ്റ്റ് എല്ലാം വരുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ആദ്യം പഴം അടിച്ചെടുത്തതുണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ കപ്പലണ്ടി, അതുപോലെ ടൂട്ടി ഫ്രൂട്ടി, പൊരി അവിൽ, അങ്ങനെ എല്ലാം നേരത്തെ കാണിച്ചതുപോലെ ഓരോന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ രണ്ടാമത്തെ ലെയർ പഴം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് പാലൊഴിച്ചു കൊടുക്കുന്നതാണ് കുറച്ചുകൂടി സൗകര്യം. അപ്പോൾ പാല് താഴേക്ക് ഇറങ്ങി പോകാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളിതുപോലെ ലെയറായിട്ട് സെറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യുമെങ്കിലും നമ്മളിത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് കഴിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഓരോന്നിൻ്റെ ടേസ്റ്റ് ഇട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ടേസ്റ്റാണ് നമുക്ക് ആ കറക്റ്റ് അവിൽ മിൽക്കിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ. അപ്പോൾ കഴിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. പിന്നെ നമ്മളിത് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പാലിൽ ഈ അവിലെല്ലാം കുതിർന്നു പോയിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ അവിൽ മിൽക്ക് കഴിക്കുന്ന സമയത്ത് ഈ അവിൽ നല്ല കറുമുറേനെ കടിക്കാൻ കിട്ടണം, നല്ല ക്രിസ്പി ആയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിക്കുക. അതുപോലെ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. രാവിലത്തെ ഭക്ഷണത്തിന് പകരമെല്ലാം കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, നമ്മളിതിലേക്ക് തണുത്ത പാലാണ് ഒഴിക്കുന്നത്. അതുകൊണ്ട് വൈകുന്നേര സമയത്തോ അല്ലെങ്കിൽ ചൂടുള്ള സമയത്തൊക്കെ ഇരിക്കുമ്പോൾ ഇത് കുടിക്കാൻ കിട്ടിയാൽ നല്ല തണുപ്പും നല്ല ടേസ്റ്റും ആയിരിക്കും. നല്ല വിശന്നിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലാസ് അവിൽ മിൽക്ക് കുടിച്ചാൽ തന്നെ അത്യാവശ്യം വിശപ്പെല്ലാം പോവും. നമ്മുടെ രണ്ടാമത്തെ ഗ്ലാസ് അവിൽ മിൽക്കും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ
വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് എല്ലാം ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.